ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ് ഗാലക്സി S24 Ultra എന്ന ഫോണിന്റെ സ്പെഷ്യൽ ബോക്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിൽ ഗാലക്സി AI ഈസ് ഹിയർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതൊരു യൂഷ്വൽ അൺബോക്സിംഗ് അല്ല, ഒരു AI ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഈ ഫോൺ വാങ്ങിയാൽ കാശ് പോകുമോ ഇല്ലയോ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ക്യുക്ക് അൺബോക്സിംഗ്, കാരണം സ്പെഷ്യൽ ബോക്സിലാണ് സാംസങ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് S24 Ultra നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും അതേപോലെ ചാർജിങ് കേബിൾ, സിം ടൂൾ, ഇത്രയും കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. ഈ ഫോണിന്റെ AI ഫീച്ചറുകളെ കുറിച്ച് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ടാവാം ബാക്കി എല്ലാം. കാരണം അതാണ് ഇവിടെ ഏറ്റവും ഹൈപ്പുള്ള സംഭവം. എന്തൊക്കെയാണ് AI ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോണിൽ വന്നിരിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒന്ന് കാണുന്നു അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തൊന്നും സെർച്ച് ചെയ്യേണ്ട. ജസ്റ്റ് ഈ ഹോം ബട്ടന്റെ ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ താഴെ അതിന്റെ റിസൾട്ട് വരും. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചും സെർച്ച് ചെയ്യാം. ഒരു ഫീച്ചറാണ്. രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ ആണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ന്യൂ വേ ടു കണക്ടിവിറ്റി എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ലേഷന്റെ കാര്യങ്ങൾ മാറുകയാണ്. ഒന്ന് ഇന്റർപ്രറ്റർ മോഡ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതല്ലാത്ത വേറൊരു ഭാഷയിൽ സംസാരിക്കുന്ന ആളുടെ ഭാഷ നമുക്ക് കൺവേർട്ട് ചെയ്ത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും എടുക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. ഹായ്, ഹലോ, ഹൗ ആർ യു? हाय हेलो आप कैसे हैं? मैं अच्छा हूं, आप कैसे हो? आई एम सेव्ड, हाउ आर यू? സോ ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്കറിയാത്ത ഭാഷയിലുള്ളവർ പോലും സംസാരിക്കാൻ സാധിക്കും. ഇത് ഇങ്ങനെ ഇന്റർപ്രറ്റർ മോഡിൽ മാത്രമല്ല, കോൾ ചെയ്യുമ്പോഴും കോൾ അസിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ലേറ്റ് എനേബിൾ ചെയ്യാം. അവർ പറയുന്നത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കും, നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് അപ്പുറത്തേക്കും കേൾക്കും. ഇത് കൂടാതെ ചാറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഹിന്ദിക്കാരനാണെങ്കിൽ അത് ഹിന്ദി സെലക്ട് ചെയ്ത് കൊടുത്താൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിൽ ചാറ്റ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് എല്ലാതരം ആപ്ലിക്കേഷനിലും വർക്ക് ചെയ്യും. പിന്നെ AI സ്ലോ മോഷൻ, അതായത് നമ്മൾ നോർമലായിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഗാലറിയിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അത് സ്ലോ മോഷനായി മാറുന്നത് കാണാം. നല്ല അടിപൊളി ഫീച്ചറാണ്. ഇനി നോട്ടിന്റെ ഭാഗത്തുള്ള മറ്റൊരു നല്ല ഫീച്ചറാണ്, ആ നോട്ടിനെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഒരു വലിയ പാരഗ്രാഫ് നോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ആ നോട്ടിനെ സമ്മറൈസ് ജനറേറ്റ് ആ AI ക്ലിക്ക് ചെയ്തുകൊണ്ട് സമ്മറൈസ് കൊടുത്താൽ അത് ഫുൾ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് ചുരുക്കി നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും. വളരെ കൺവീനിയന്റ് ആയ ഒരു കാര്യമാണ്. നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ പെന്നോ കൊണ്ടൊക്കെ എഴുതുന്ന കാര്യങ്ങൾ, ഈവൻ നോട്ടൊക്കെ എഴുതുമ്പോൾ ചരപുരാന്ന് അങ്ങോട്ട് കൂടെ ചെരിഞ്ഞ് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ AI സംവിധാനത്തോടു കൂടി നമുക്ക് അറേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് തരും. നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി സാംസങ് നോട്ടിൽ നമ്മൾ നോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിങ്ങനെ വെറുതെ കിടക്കുകയാണെങ്കിൽ അതിന് നല്ല കവറുകൾ കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ജനറേറ്റ് കവർ എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടോ, ഞാൻ എല്ലാ നോട്ടുകൾക്കും കവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണാൻ ഒരു ഭംഗിയായി, ഒരു അറേഞ്ച്മെന്റ് ആയി, വൃത്തിയായി. ഇനി മറ്റൊരു സാധനമാണ് വെബ്സൈറ്റ് സമ്മറി. നമ്മളൊരു വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ ഞാൻ കയറിയ ഒരു സംഭവം ബ്രൗസ് ചെയ്യുകയാണ് S23 കുറിച്ച്. ഈസി ആയിട്ട് വെബ്സൈറ്റ് സമ്മറി എന്നുള്ളത് AI കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ AI ഇതുപോലെ സമ്മറൈസ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും. ആ മുഴുവൻ സൈറ്റിൽ ഇരുന്ന് വായിക്കേണ്ട, കാര്യം മനസ്സിലാവാൻ ചുരുക്കത്തിൽ വായിച്ചാൽ മതിയാവും. പക്ഷേ ഇത് എല്ലാ സൈറ്റിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാഡ്. പിന്നെ ഇത് അവരുടെ ബ്രൗസറിൽ മാത്രമാണ്, അത് ഇന്റർനെറ്റ് സാംസങ് ബ്രൗസറിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി, നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ന്യൂ വേ ടു കണക്ടിവിറ്റി എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ മുഴുവനായിട്ടും സാംസങ് പറയുന്നത്. കാര്യങ്ങൾ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടെങ്കിലും ട്രാൻസ്ലേഷന്റെ ഭാഗത്ത് മലയാളമൊന്നും വരുന്നില്ല കേട്ടോ. അതൊക്കെ ഭാവിയിൽ വരുമായിരിക്കും, അതൊരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച്. എന്നാലും ഈ പറഞ്ഞ ബാക്കി എല്ലാ സംഗതികളും യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തോന്നി. എന്നാലും ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ ഇതിൽ കാശ് കളയുന്നത് അബദ്ധമായിരിക്കും. ഇനി അടുത്തതായിട്ട് ന്യൂ വേ ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാംസങ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. ക്യാമറയുടെ ഭാഗത്തുള്ള ഫീച്ചറാണ്, അത് ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്തുള്ള ഫീച്ചേഴ്സ് ആണ് ഒരുപാടും വരുന്നത്. ക്യാമറയിൽ 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 10x ഒപ്റ്റിക്കൽ സൂം ഉണ്ടായിരുന്നെങ്കിലും അത് വെറും 10 MP ക്യാമറയായിരുന്നു. ഇത് 50 MP ക്യാമറ കൊടുത്തിരിക്കുകയാണ്. 50 മെഗാ പിക്സലിന്റെ ക്യാമറ വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 10 MP 3x ഒപ്റ്റിക്കൽ സൂമിന്റെ സെൻസറും വരുന്നുണ്ട്. 12 MP വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവം 8K വീഡിയോ 30 FPS നിങ്ങൾക്ക് 5x സൂം ചെയ്തും എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അതേപോലെ തന്നെ 4K വീഡിയോ നിങ്ങൾക്ക് 10x വരെ സൂം ചെയ്തെടുക്കാൻ സാധിക്കും. സൂം ചെയ്ത് പിടിച്ചിട്ട് 4Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയാണ്. വേറെ ഒരിടത്തും കിട്ടാനില്ല. S24 Ultra'യുടെ ഫീച്ചറാണ്. അതേപോലെ തന്നെ 4Kയിൽ 120 FPS സ്ലോ മോഷൻ വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റും. 4Kയിൽ സ്ലോ മോഷൻ തീർച്ചയായിട്ടും അതും ഒരു ഗ്രേറ്റ് ഫീച്ചറാണ്. വീഡിയോ മാത്രമല്ല, ഫോട്ടോസിന്റെ കാര്യത്തിൽ വന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഡേലൈറ്റിൽ എടുക്കാം. പോർട്രേറ്റ് ഇമേജുകൾ 5x ഒക്കെ സൂം ചെയ്ത് എടുക്കാം. നോർമൽ ആംഗിൾ, വൈഡ് ആംഗിൾ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈറ്റോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ വീഡിയോ ആയാലും സെൽഫി ക്യാമറ വീഡിയോ ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം സാമ്പിൾസ്. പിന്നെ നൈറ്റിൽ പോർട്രേറ്റ്സ് എടുക്കുന്നത് 3x 5x ഒക്കെ സൂം ചെയ്ത് പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. സെൽഫി ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അതല്ലാതെ നോർമൽ നൈറ്റ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാം. അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സൂമിങ്, വൈഡ് ആംഗിൾ 1x 3x 5x 10x എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ സൂമിംഗ് റേഞ്ചുകളും ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 200 മെഗാ പിക്സലിന്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ ക്യാമറയുടെ ഭാഗത്ത്, ഈ വീഡിയോയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന
ചെയ്തിരിക്കുന്ന ഈ സൂമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര അപ്ഗ്രേഡ് എന്ന് പറയാം അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് തോന്നാവുന്ന ഒരേ ഒരു കാര്യം 10x സൂം ആയിരുന്നല്ലോ മുമ്പ് ഉണ്ടായിരുന്നത് ഒപ്റ്റിക്കൽ സൂം. ഇവിടെ വന്നിട്ട് 5x അല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ 5x 50 മെഗാ പിക്സലിന്റെ 5x ആണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമിലൂടെ 10x എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതേ ക്വാളിറ്റി, അതിനേക്കാൾ മികച്ച ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, അതിന്റെ കമ്പാരിസൺ വീഡിയോയിൽ അതൊക്കെ നമ്മൾ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് മറ്റ് ചില AI ഫീച്ചറുകൾ കൂടി വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ നമ്മൾ കാണുന്നു, ആ ഫോട്ടോയിൽ കാണുന്ന ഒബ്ജക്റ്റിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് സൈഡിലേക്ക് ഒന്ന് നീക്കി വെക്കണമെങ്കിൽ നീക്കി വെക്കാം. നീക്കി വെക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. പക്ഷേ ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AI ആ ഭാഗം വൃത്തിയായിട്ട് ഫില്ല് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, വൃത്തിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, യാതൊരു വിഷയമില്ല, ക്ലീൻ. സോ മൊത്തത്തിൽ ഈ പറഞ്ഞ എല്ലാ AI ഫീച്ചറുകളും ഗംഭീരമായിട്ടുണ്ട്. ഇത് തന്നെ നെറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫോണിൽ തന്നെ ഇതെല്ലാം വർക്ക് ചെയ്യും. നെറ്റ് ഇല്ലെങ്കിലും ഈ AI ഫീച്ചറുകളെല്ലാം വർക്ക് ചെയ്യും. ഇനി നെറ്റ് കൂടി കണക്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ഇത് വർക്ക് ചെയ്യും. സോ ഈ രണ്ട് രീതിയിലും വർക്ക് ചെയ്യുന്ന വേൾഡ് ഫസ്റ്റ് AI ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആകെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ 2025 വരെ ഈ പറയുന്ന AI ഫീച്ചറുകൾ ഫ്രീ ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യം അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ അപ്പോൾ ഗാലക്സി AI ഫീച്ചറുകളെ കുറിച്ച് എല്ലാം മനസ്സിലായല്ലോ. ഇനി ഈ ഫോണിന്റെ മറ്റു കാര്യങ്ങൾ. ആദ്യം ഡിസൈൻ. ഒറ്റ നോട്ടത്തിൽ കാര്യമായ മാറ്റമൊന്നും തോന്നില്ലെങ്കിലും ബിൽറ്റ് ക്വാളിറ്റി ടൈറ്റാനിയം ഫ്രെയിം കൊടുത്തുകൊണ്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഫോണിനെ. ആർമർ, ഗൊറില്ല ഗ്ലാസ് ആർമർ കൊടുത്തുകൊണ്ട് ഈവൻ ബെറ്റർ ആക്കിയിരിക്കുന്നു സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ. അതിൻ്റെ ഒപ്പം തന്നെ റിഫ്ലക്ഷനും 50% കുറയുമെന്നാണ് പറയുന്നത്. ഡിസ്പ്ലേയുടെ റിഫ്ലക്ഷൻ കുറയുമെന്നാണ് പറയുന്നത് ഈ ഒരു സെറ്റപ്പിൽ. അതിൻ്റെ ഒപ്പം തന്നെ ഡിസ്പ്ലേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. IPC റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ മൊത്തത്തിൽ എല്ലാ മേഖലയിലും ഗംഭീരമായിട്ട് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. എന്നാലും കാണാൻ ഞങ്ങൾക്ക് കുറേ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. യാതൊരു പ്രശ്നമില്ല, നൈസായിട്ട് BGMI കളിക്കാം. 90 FPS ഇതിൽ കാണാനില്ല, വരുമായിരിക്കും. 1.9x ലാർജർ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. പിന്നെ റേ ട്രേസിംഗ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ കളിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെതായ ക്വാളിറ്റിയിൽ പെർഫോം ചെയ്യും. One UI 6.1 ആണ് വരുന്നത്. ഒപ്പം തന്നെ Android 14 ഇതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പെർഫോമൻസിൽ എല്ലാം ടോപ്പ് ലെവലാണ്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വേറൊന്നും കിട്ടാനില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, കാരണം ഇത് 24 അൾട്രയാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ 6.8 ഇഞ്ച് വരുന്ന ക്വാഡ് HD+ 1 to 120 Hz 120 Hz ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അത് നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. എല്ലാതരം ഫീച്ചേഴ്സും ഉണ്ട്. വിത്ത് 2600 നിറ്റ്സിന്റെ ടോപ്പ് ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. ഒരു വിഷയമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് കൊടുത്തിരിക്കുന്നു. ഒന്ന് കേട്ട് നോക്കിക്കോളൂ. സോ അതിലൊന്നും ഒരു വിഷയമില്ല. പിന്നെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി വിഷൻ ബൂസ്റ്റർ പോലുള്ള കാര്യങ്ങൾക്ക് ഉൾപ്പെടുന്നുണ്ട്. സോ അതൊക്കെ അതിൻ്റെതായ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവണം. എന്തായാലും ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, അടിപൊളി. പിന്നെ S Pen അതും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് നോർമലി നോട്ട് എടുക്കാനായാലും ക്യാമറ കൺട്രോൾ ചെയ്യാനായാലും ദൂരം നിന്നിട്ട് റിമോട്ടായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. സ്ക്രോൾ ചെയ്യാൻ ജസ്റ്ററുകൾ കൊണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പെൻ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോട്ട് എടുക്കാൻ മാത്രമല്ല, ഒരുപാട് റിമോട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അത്രയധികം ഫീച്ചേഴ്സും കൊണ്ടാണ് S Pen വരുന്നത്. അത് ഇത്തവണയും ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് ഓൾറെഡി നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ബാറ്ററി ലൈഫ് തരുന്നുണ്ടായിരുന്നു S23 Ultra. ഇവർ അതിനേക്കാൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല, എങ്കിലും ബാറ്ററി ലൈഫിൽ പ്രശ്നമൊന്നുമില്ല. ഡീസന്റ് ബാറ്ററി ലൈഫ്, ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 45 വാട്ടിന്റെ വയേർഡ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ്, 4.5 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, ഇതൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി, അതൊന്നും മാറ്റിയിട്ടില്ല. ഇനി ഇത് കൂടാതെ സാംസങ്ങിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും, സാംസങ് ഡെക്സ് കമ്പ്യൂട്ടറുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സാംസങ് ഡെക്സ് TV ആയിട്ട് കണക്ട് ചെയ്യാൻ എല്ലാത്തിനും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാംസങ് നോക്സ് വരുന്നുണ്ട്, സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ പ്രൈവസി ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോ ബ്ലോക്കർ അടക്കമുള്ള എല്ലാ സംഭവങ്ങളും. ബ്ലൂടൂത്ത് 5.3 തന്നെ വരുന്നുണ്ട്. USB-C 3.2 തന്നെ വരുന്നുണ്ട്. പിന്നെ സാംസങ് വാലറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. സോ നിങ്ങളുടെ കാർഡൊക്കെ ഇതിൽ ആഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം. NFC വരുന്നുണ്ട്, വൈഫൈ ഡയറക്റ്റ് വരുന്നുണ്ട്. പിന്നെ ക്വിക്ക് ഷെയർ, നിയർ ബൈ ഷെയറും ക്വിക്ക് ഷെയറും ഇതുവരെ വേറെ ആയിരുന്നെങ്കിൽ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ക്വിക്ക് ഷെയർ വെച്ചുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സാംസങ്ങിൻ്റെതായ എല്ലാ ഫീച്ചറുകളും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാനിയം ഗ്രേ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വയലറ്റ്, അങ്ങനെ രണ്ട് കളറും കൂടി നമുക്ക് ജനറൽ ആയിട്ട് കിട്ടും. കൂടാതെ സാംസങ്ങിന്റെ സൈറ്റിൽ നിന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ടൈറ്റാനിയം ബ്ലൂവും ടൈറ്റാനിയം ഗ്രീനും കിട്ടുന്നുണ്ട്. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇതിന്റെ വില വരുന്നത് 1,30,000 രൂപയാണ്. ഓഫറുകളൊക്കെ ഉണ്ട്. സാംസങ് ഫിനാൻസ് ഒക്കെ 11 മന്ത് സാംസങ് ഫിനാൻസ് കിട്ടുന്നുണ്ട്. സോ അതെല്ലാം ചെക്ക് ചെയ്യുക. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് കുറെ എക്സ്ക്ലൂസീവ് ഓഫർ ഒക്കെ ഉണ്ട്. അവരുടെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 31 മുതലാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് പ്രീ ബുക്ക് ചെയ്യേണ്ടവരൊക്കെ പ്രീ ബുക്ക് ചെയ്ത് ഓഫറൊക്കെ കളക്ട് ചെയ്യാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിന്റെ ബിൽറ്റ് ക്വാളിറ്റി, അതുപോലെ പെർഫോമൻസ്, ക്യാമറ, അതുപോലെ ഇത്രയധികം ഗാലക്സി AI ഫീച്ചേഴ്സ് ഇതെല്ലാം കൂട്ടി ചേർക്കുമ്പോൾ ഇതൊരു ഗംഭീര സംഭവമാണ് എന്നുള്ളതിൽ തർക്കമില്ല. പുതിയ ജനറേഷൻ AI ഫോണാണ് എന്നുള്ളതിലും തർക്കമില്ല. ഗംഭീര സംഭവം. ഇതിൽ കാശ് മുടക്കിയാൽ കാശ് പോകുമോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം
നിങ്ങളുടെ കയ്യിൽ കാശ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കാശ് മുടക്കിക്കോളൂ, തീർച്ചയായിട്ടും വർത്താണ്. എന്നാൽ അങ്ങനെ കാശ് കളയാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ പല AI ഫീച്ചറുകളും കഴിഞ്ഞ വർഷത്തെ ഫോണുകളിലേക്കും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ചാടി കയറി വരേണ്ട ആവശ്യമൊന്നും ഇല്ല. അതായത് വെറുതെ കാശ് കളയണ്ട എന്ന് സാരം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.